കോഴിക്കോട് ജില്ലയിൽ LDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് എലത്തൂർ. ആ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണയും AK ശശീന്ദ്രൻ്റെ ഒരു അപ്രമാദിത്വം തുടരും എന്നുള്ളതാണ് പൊതുവെ ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ മന്ത്രിയും എലത്തൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ AK ശശീന്ദ്രൻ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ശശിയേട്ടാ, പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? LDFിൻ്റെ ഒക്കെ ഒരു വിലയിരുത്തൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ഒക്കെ വിലയിരുത്തൽ വലിയ അനുകൂലമാണ്. അല്ല, കോഴിക്കോട് ജില്ല പൊതുവേ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലെ ഫലം പരിശോധിച്ച് നോക്കിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിന്നിട്ടുള്ളൊരു ജില്ലയാണ്. ആ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനമാണ് എലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ സ്ഥിതിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാനിടയില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തൽ സംബന്ധിച്ച് വന്ന വാർത്തകളിൽ സർവേ ഫലങ്ങൾ ഇതെല്ലാം വെച്ച് നോക്കിയാൽ UDFിൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തുള്ള അതിമോഹമാണ് എന്ന് പറയേണ്ടി വരും. അല്ല, ഇവിടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. കാരണം കേരളം കഴിഞ്ഞ 10 വർഷമായി ഒരു പുതിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചെറിയ സംസ്ഥാനത്തെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ടൗൺഷിപ്പാക്കി മാറ്റുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന ദൗത്യവുമായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമുള്ള സൗകര്യങ്ങൾ, അത് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലായാലും വൻകിട വ്യവസായ തൊഴിൽ സംരംഭങ്ങളുടെ കാര്യത്തിലായാലും പുതിയൊരു ദിശയിലേക്ക്, പ്രതീക്ഷാനിർഭരമായ ഒരു ദിശയിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിശാബോധത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ വികസിത സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത്? രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പഴയകാല രാഷ്ട്രീയ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ടുള്ള ജനങ്ങൾ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ഭരണ പരിഷ്കാര നടപടികളിലേക്ക് പോകുമ്പോൾ അതിനെ പിന്തുണയ്ക്കേണ്ടത് വികസനം കൊതിക്കുന്ന ജനങ്ങളുടെ ആകെ ആവശ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലിന് ആക്കം വർദ്ധിപ്പിക്കുന്നതായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്. ആ 2016 നിന്ന് ആരംഭിച്ച് 2021 നിൽക്കുന്ന, ഇപ്പോൾ 2006 നിൽക്കുന്ന കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഈ ദിശയിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ 2016 ശേഷം നടന്ന ലോക്സഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളും ലോക്സഭയിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും 3 തരം സന്ദേശമാണ് കൊടുക്കുന്നത്. എല്ലാം ഒരേ സന്ദേശമല്ല. ഗ്രാമീണ തലത്തിൽ അവരെ ആരാണ് ഭരിക്കേണ്ടത്? ദേശീയ അടിസ്ഥാനത്തിൽ ആരാണ് ഭരിക്കാൻ ശേഷിയുള്ളത്? ആർക്കാണ് ഭരിക്കാൻ കഴിയുക? സംസ്ഥാനത്ത് മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്നത് ആരാണ്? അവരുടെ അനുഭവത്തിൽ നിന്നും സംസ്ഥാനത്ത് മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ ഒരു സമയബന്ധിത പരിപാടിയായി അതിനെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു വികസന നയം സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. അതിനാണ് ജനകീയ പങ്കാളിത്തത്തോടു കൂടിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങി വിവിധ യജ്ഞങ്ങൾ. ഇത് പറയുമ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ജനങ്ങൾ തീരുമാനിക്കുന്നത് മറ്റോ. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം മുന്നിൽ കണ്ടാണ് VD സതീശൻ 100+ എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം പറയും. അല്ല, അതിനകത്ത് ഒരു യുക്തിയില്ലാന്നാണ് ഞാൻ പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ ഇത് തന്നെയായിരുന്നു. 2016 ശേഷം നടന്ന 21 മുമ്പ് നടന്നിട്ടുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, 21 ശേഷം അല്ല, 24 തെരഞ്ഞെടുപ്പിന് ശേഷം, അതുപോലെ തന്നെ 2016 ശേഷം നടന്നിട്ടുള്ള
അസംബ്ലി പാർലമെൻറ്റ് തദ്ദേശ സ്വയംഭരണം ഇത് മൂന്ന് സന്ദേശം 3 തരത്തിലാണ് വിധി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പറയേണ്ടത്. അല്ല, സെയിം തീരുമാനമായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒരേ കാഴ്ചപ്പാടിലൂടെയല്ല കാണുന്നത്. വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ എന്നുള്ള നിലയിൽ തന്നെ ഒന്നിനെ അതിൻ്റെ തുടർച്ചയായോ അതിൻ്റെ അവസാനമായോ കാണുന്നതിന് പകരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അതിൻ്റെ മെറിറ്റിൽ കാണുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ മെറിറ്റിൽ കാണുക, സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ മെറിറ്റിൽ കാണുന്ന പുതിയ മെറിറ്റ് ഓറിയൻറ്റഡ് വോട്ടിംഗ് പാറ്റേണിലേക്ക് കേരളത്തിലെ വോട്ടർമാർ മാറി എന്നൊരു വസ്തുത നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാക്ക് വലിയ വിവാദമായിരുന്നു. വി ഡി സതീശൻ വനവാസത്തിന് പോകേണ്ടി വരും, വനം വകുപ്പ് സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളത്. ആ വാക്കിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്, ആ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട്. അല്ല, വനവാസത്തിന് പോകേണ്ടി വരുമെന്നുള്ളത് എൻ്റെയോ LDFൻ്റെയോ ഒരു വീക്ഷണമായിരുന്നില്ല. അത് UDF ക്യാമ്പിലെ പ്രമുഖ നേതാവായ മുൻ KPCC പ്രസിഡൻറ്റും MP-യുമായ K. സുധാകരൻ പറഞ്ഞതാണ്. അത് LDFൻ്റെ അല്ലാതെ അദ്ദേഹം അതിനെപ്പറ്റി താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതൊരു കേഴ്സി കമാൻഡ് എന്നതിനപ്പുറത്തേക്ക് അതിന് വലിയ ഇതൊന്നും കൊടുക്കേണ്ടതില്ല. കാരണം അത് പോണ്ടി വരുമെന്ന് പറഞ്ഞത് ഞങ്ങളല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആരും പോണ്ടി വരുമെന്ന് മാത്രമല്ല അങ്ങനെ പോകരുതെന്നാണ് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. അല്ല, അദ്ദേഹം അതിന് വനവാസത്തിന് പോകേണ്ട ആൾക്കാരല്ല. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു ജയിച്ചു എന്നത് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനും തുടങ്ങാനുള്ളൊരു പ്രേരണയല്ല. അത്ര സില്ലിയായിട്ടാണ് അതിനെ കാണുന്നത്, ഒരു വ്യക്തിനിഷ്ഠമായിട്ടാണ് അതിനൊക്കെ കാണുന്നത്. വ്യക്തിനിഷ്ഠമായി കാണാതെ സംഘടനാപരവും രാഷ്ട്രീയമായ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അങ്ങനെ ഒരു ബാലിശമായ നിഗമനത്തിലേക്ക്, അവകാശവാദത്തിലേക്കും പ്രഖ്യാപനത്തിലേക്കും പോകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഈ എലത്തൂരിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എലത്തൂരിൽ UDF പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം അങ്ങയുടെ പഴയ ചിഹ്നമായ ക്ലോക്കിലൊരു PK ശശീന്ദ്രൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPM വോട്ടുകൾ ഉൾപ്പെടെ അവർക്ക് അനുകൂലമായി വരുമെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കും. അല്ല, ഒരു ചിഹ്നം കണ്ടതുകൊണ്ട് മാത്രം ആരും വോട്ട് ചെയ്യില്ല. ഈ ചിഹ്നത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് വീട്ടിലാരെങ്കിലും പോയിട്ടുണ്ടോ? വോട്ടർമാരെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. പിന്നെ എങ്ങനെ വോട്ട് കിട്ടുക? സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത്, അവർക്കൊരു പ്രകടന പത്രികയുണ്ട്. അല്ലല്ല, ചിഹ്നമൊന്നും ഇന്നത്തെ കാലത്ത് ഒരു വെല്ലുവിളിയല്ല. ഇപ്പം ഞാൻ പറയുന്നത് കോഴിക്കോട് ഇതിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോർപ്പറേഷനിൽ 3 സീറ്റ് ഞങ്ങൾ മത്സരിച്ചിരുന്നു. അത് ഈ പിന്നെ അവിടെ ഈ മൊകവൂരിലെ 4-ാം വാർഡ് 4-ാം ഡിവിഷനിൽ ക്ലോക്ക് ചിഹ്നമുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ ജയിച്ചു. ചിഹ്നമായിട്ട് ആളുകൾ വോട്ടർ ആരാ? ചിഹ്നത്തിൻ്റെ ആളാരാ? ഉടമസ്ഥനില്ലാത്തൊരു ചിഹ്നമായിരുന്നു അത്. UDF പറയുന്നത് ഫ്രോഡാണ് എന്ന് ജനങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഒരു ഫ്രോഡ് പിന്നെ ആക്ടിവിറ്റീസായി പോയി. അത് അതെ, അതിനെയൊന്നും ആരും അംഗീകരിക്കില്ല. കാരണം അവർക്ക് ഒരു ഏതെങ്കിലും സ്ഥല തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രചരണ യോഗമോ വോട്ടർമാരെ കാണുന്ന സ്ക്വാഡ് പ്രവർത്തനമോ എന്തെങ്കിലും ഒരു നടത്തിയത് ആരാ നടത്തിയത്? പൊതുവെ UDF പറയുന്ന ഒരു കാര്യം, ഈ CPM-മാർ പോലും അങ്ങ് തുടർച്ചയായി മത്സരിക്കുന്നതിൽ അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, ഇല്ലെങ്കിൽ ഇനി അഥവാ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ അവസാനത്തെ പോരാട്ടമായതുകൊണ്ട് ആവാം, അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടാവാം CPM-കാർ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വോട്ട് ചെയ്യുന്നത്. അല്ല, അങ്ങനൊരു ചർച്ചയേ ഇല്ല. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മത്സരിക്കുന്നത്. AK ശശീന്ദ്രനോ വേറെ ആരെങ്കിലും അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ LDF സ്ഥാനാർത്ഥികളായി കാണാനാണ് LDF പ്രവർത്തകന്മാർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളൂ. ഈ പ്രാവശ്യം അങ്ങനെ തന്നെയായിരിക്കും, നാളെ അങ്ങനെ തന്നെയായിരിക്കും. വ്യക്തികളുടെ ഇതൊന്നും വ്യക്തിനിഷ്ഠമല്ല. ഈ വ്യക്തിനിഷ്ഠമായി കാര്യങ്ങളെ അളക്കുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ട്. ഞങ്ങൾ AK ശശീന്ദ്രൻ എന്നൊരു വ്യക്തിയെ ബ്രാൻഡ് ചെയ്തിട്ടല്ല തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ളത്. അത് മാർക്കറ്റ് ചെയ്തിട്ടില്ല. AK ശശീന്ദ്രൻ എന്ന പേര് മാർക്കറ്റ് ചെയ്തിട്ടല്ല തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചത്. LDF-നെയാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തത്, LDF-നെയാണ് ബ്രാൻഡ് ചെയ്തത്. ആ LDF-നെ ബ്രാൻഡ് ചെയ്താൽ, അതാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയിലും ചെറിയ സംശയമുണ്ടായി, LDF-ന് ദോഷം ചെയ്യുന്ന ഒന്നും NCP പ്രവർത്തകന്മാർ ചെയ്യില്ല. കാരണം അവരൊക്കെ ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പൊളിറ്റിക്കലായി LDF എന്ന രാഷ്ട്രീയ പ്ലാറ്റ്ഫോമാണ്. ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിലല്ലെങ്കിൽ CPIM-കാരെന്തിനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ആ രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൻ്റെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, വർഷങ്ങളായി ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി LDF-ൻ്റെ നേതൃസ്ഥാനത്ത് തുടർന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ
എന്നോട് അവർക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ പക്ഷേ തുടക്കത്തിൽ നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് NCPയിലൊരു വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു, കുറേ പേര് വരുന്നു, മുക്കം മുഹമ്മദ് അടക്കമുള്ളവർ എതിർപ്പറിയിക്കുന്നു. ആ എതിർപ്പൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പം നിങ്ങൾ കാണേണ്ടത് വോട്ടെണ്ണിയിട്ടില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച അതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഞങ്ങളിൽ സ്ഥാനാർത്ഥി ആരാകണമെന്നതിനെ കുറിച്ചൊരു ഒരു പാർട്ടിക്കുള്ളിലൊരു ചർച്ച ആണെന്ന് പാർട്ടി ഒരു തീരുമാനമെടുത്തു. പാർട്ടി ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം അംഗീകരിച്ച് പ്രവർത്തിക്കാൻ അവർ തീരുമാനിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ആ തർക്കമില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പെൻഡിങ്ങിലില്ലല്ലോ. എന്നാൽ കോൺഗ്രസിൻ്റെ UDFിൻ്റെ പ്രശ്നം തർക്കം കഴിഞ്ഞിട്ടും തർക്കം പെൻഡിങ്ങിലാണ്. ഇപ്പം മുഖ്യമന്ത്രി ആരാന്നൊരു ചർച്ച നടത്തേണ്ട ആവശ്യം എന്താ? അവരെന്നെ പറയുന്നൊരു ആവശ്യമില്ലാന്ന്. അപ്പോൾ അവരേത് പറയുന്നത് ആവശ്യമില്ല എന്ന് പറയുന്ന വിഭാഗം പറയുന്നതാണോ ശരി, ആവശ്യമുണ്ട് എന്ന് പറയുന്ന വിഭാഗം ചെയ്യുന്നതാണോ ശരി, ഏതാ ശരി? അപ്പോൾ അവർക്ക് ഒരു ലക്ഷ്യബോധമില്ല. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ട്. ചർച്ച നടക്കുന്ന സമയത്ത് വെട്ടിത്തുറന്ന അഭിപ്രായങ്ങൾ പറയാം. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും NCP പ്രവർത്തകന്മാർ LDFിൻ്റെ പ്രവർത്തകനായി മാറിക്കൊണ്ട് സ്വയം അർപ്പണബോധത്തോടുകൂടി കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ച പ്രവർത്തകന്മാരാണ് NCPക്കുള്ളത്. അല്ല, മഞ്ഞ് ഉരുകണ്ടല്ലോ. മഞ്ഞുണ്ടെങ്കിലല്ലേ ഉരുകയായി. ഇല്ലാത്ത മഞ്ഞ അത് ചർച്ച എന്ന് പറയുന്നത്, അഭിപ്രായം എന്ന് പറയുന്നത് മഞ്ഞല്ല. അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ചർച്ച മാധ്യമങ്ങളിൽ വന്നു. അതിപ്പോൾ എല്ലാ പാർട്ടിയിലുള്ള തർക്കങ്ങളും മാധ്യമങ്ങളിൽ ഇപ്പം പയ്യന്നൂർ പിന്നെ തർക്കമുണ്ട്. അത് ഞാൻ പറയാം, അത് വ്യക്തിപരമല്ലല്ലോ. മുക്കം മുഹമ്മദിൻ്റെ ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയോ ഞാൻ എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയോ തീരുമാനമെടുത്തല്ലോ. LDFിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ് നല്ലതെന്ന് അവർ ചർച്ച ചെയ്തപ്പോൾ അവർക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും. കോഴിക്കോട് ജില്ലക്ക് ഒരു അഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം നമ്മൾ പിന്നെ പാർട്ടി അതെല്ലാം പരിഗണിച്ചാണല്ലോ പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുന്നത്. 14 ജില്ലകളിൽ ഈ സംസ്ഥാനത്ത് 3 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി ഒരു ജില്ലയുടെ മാത്രം അഭിപ്രായം കേട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും കേട്ട് ഏറ്റവും ന്യായമായ, ഏറ്റവും പ്രായോഗികമായ, ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി ആരാന്ന് ചർച്ച ചെയ്തപ്പോൾ അവർക്ക് എൻ്റെ പേരാണ് വന്നിട്ടുണ്ടാകുക. നിങ്ങൾ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ആഗ്രഹമുണ്ടോ നിൽക്കുക, അത് എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഞാനല്ല. ഈ നിലപാടെടുത്ത് അതുതന്നെയാണ് NCP പ്രവർത്തകന്മാരുടെ എല്ലാവരും. നമ്മളൊരു വ്യക്തിയല്ല തീരുമാനം എടുക്കേണ്ടത്. വ്യക്തിയുടെ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല. ഈ അവസാനമായിട്ടേ, താങ്കൾ കഴിഞ്ഞ തവണ ലാസ്റ്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു ഭൂരിപക്ഷത്തിലൊരു വ്യത്യാസമുണ്ടാകും, ഒരു കുറവുണ്ടാകുമെന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടു. അത്തരത്തിൽ ഇത്തവണ അതിൻ്റെ ഒരു കാരണം എന്താണ്? സാധാരണ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വയ്ക്കുന്ന UDF ഇത്തവണ പാർട്ടി സ്ഥാനാർത്ഥിയെ വെച്ചതാണോ? അല്ല, UDFിൻ്റെ പ്രതീക്ഷകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടുന്ന ഒരു അസസ്മെൻറ്റ് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായാൽ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുക. ഞങ്ങൾ ജയസാധ്യതയെക്കുറിച്ചും വോട്ട് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞത് എന്താണ്? അല്ല, അത് ഇനി ആ നമ്പർ പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, അങ്ങനെ വരണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം. അല്ലല്ല, ഇപ്പം അങ്ങനെ എനിക്കൊരു സംശയമില്ല. കാരണം ഈ മറ്റൊരു ചിഹ്നം, നേരത്തെ പരിചയമുള്ളൊരു ചിഹ്നം വന്നപ്പോഴേക്കും അതിൻ്റെ ആഘാതം എത്രയുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിച്ചപ്പോഴാണ് അത്ര ആഘാതമൊന്നുമില്ല എങ്കിൽ പോലും ഒരു സൂക്ഷ്മതക്കുറവ് കൊണ്ട് അങ്ങനെ ഒരു പോരായ്മ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്കാണ് പിന്നെ ഞങ്ങൾ സ്ക്വാഡ് പ്രവർത്തനം നടത്തിയത്. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ജാഗ്രതയോടുകൂടിയിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനം നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ വോട്ടർമാരുമായി കൂടുതൽ അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബന്ധം വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് കൂടിക്കൂടാ എന്നില്ല. അല്ല, അത് പറഞ്ഞൂടാ. കുറയാൻ എങ്ങനെ സാധ്യത? ഭൂരിപക്ഷം കുറഞ്ഞാലും മിന്നും വിജയമായിരിക്കും. അല്ല, ഏതായാലും ഇപ്പോൾ ഇതുവരെ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ നമ്പർ 1 അല്ലേ? ആ നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കും, തുടരും. എന്തായാലും എല്ലാ ആശംസകളും. AK ശശീന്ദ്രനാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ചില കൃത്യമായ രാഷ്ട്രീയ മറുപടികളും നൽകുകയും ചെയ്തു. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.